ഇപ്പോൾ മിക്ക വീടുകളിലും വഴുതനയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവില്ലേ, ഗ്രോ ബാഗിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ വഴുതനങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് നമുക്ക് ചേർക്കണ സമയത്ത് പറഞ്ഞു പോകാം കേട്ടോ. ആദ്യം തന്നെ നമുക്കതേ വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വഴുതനങ്ങയുടെ ആ ഒരു കുരുവിനൊക്കെ ഒരു കറയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യത്തോളം കഴുകി പിഴിഞ്ഞെടുക്കണം. അത് നമ്മൾ കറിയിലേക്ക് ചേർക്കണ സമയത്ത് എടുത്തേച്ചാൽ മതി കേട്ടോ. അതുവരെ വെള്ളത്തിൽ കിടക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. വറുക്കണതിന് മുന്നേ നമ്മൾ മിക്സിഡ് ജാറിൽ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം